മോക്ഷ അതുപോലെ ദർശനമൊക്കെ നമുക്ക് വളരെ മറ്റുള്ളവരെക്കാളും എക്കണോമിക്കലായിട്ടുള്ള ഒരു ഇതാണ് ചെയ്തു തരാറ്. ആദ്യത്തെ ഒരു വിദേശ യാത്രയാണ് ഒരു ഗ്രൂപ്പിന്റെ കൂടെ. അത് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആദ്യത്തെ ഒരു യാത്രയാണ്. കാരണം ദർശന്റെയും അതേപോലെ മിസ്റ്റർ അരുണിന്റെയും ഞങ്ങളോടുള്ള സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ്. അതിൽ വളരെയേറെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾ വെരി ഹാപ്പിയാണ്. ഞങ്ങൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നല്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, യാത്ര എല്ലാം നന്നായിരുന്നു. മോനയ്ക്ക് പ്രത്യേക ഒരു നന്ദി. അതേപോലെ ഡ്രൈവർക്കും നിങ്ങളുടെ കടപ്പാടുകൾ നിങ്ങളെല്ലാവരും അറിയിച്ചോളൂ. നന്ദി. നല്ലൊരു സന്തോഷമുള്ള യാത്രയായിരുന്നു. ഇനിയുള്ള യാത്രകൾക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൽ അനുഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാം. വിദേശയാത്രയാണ്, വളരെ നല്ല അനുഭവമായിരുന്നു. ദർശനങ്ങളുടെ ഇന്റർനാഷണൽ ട്രിപ്പ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. തായ്ലൻഡ് വളരെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ഭൂമി എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനു മുമ്പൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത അത്ര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇതിന് നമുക്ക് ഒരുക്കുന്ന ദർശനോട് നന്ദി പറയുന്നു. താങ്ക് യു അരുൺ, താങ്ക് യു മോന, താങ്ക് യു ഡ്രൈവർ, ഓൾ ഓഫ് താങ്ക് യു. എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. എന്റെ സെക്കൻഡ് ടൈമാണ് ദർശൻ ഇന്ത്യയുടെ ഒപ്പം. ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പും എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ഒരു ഫ്രണ്ടാണ് ദർശൻ ഇന്ത്യ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫുഡ്, നല്ല അക്കോമഡേഷൻ, പിന്നെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, കുറെ പേര്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അരുൺ എപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു യങ് മാൻ. പിന്നെ മോന, പോസിറ്റീവ് എനർജി മോന. പിന്നെ ഡ്രൈവർ, മെയിൻ ആള് ഡ്രൈവർ അല്ലേ, നമ്മളെ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കണം. എല്ലാരോടും താങ്ക്സ്. ഇനിയും വീണ്ടും കണ്ടുമുട്ടാം എന്ന ഒരു പ്രതീക്ഷയുണ്ട്. താങ്ക് യു. നമ്മുടെ ദർശന്റെ കൂടെയുള്ള ഈ വിദേശയാത്ര വളരെ അടിപൊളിയായിരുന്നു. മാക്സിമം എൻജോയ് ചെയ്തു. നല്ല മോട്ടിവേഷൻ ആയിരുന്നു നമ്മുടെ സഹയാത്രികരും. പിന്നെ എടുത്തു പറയേണ്ടത് കോർഡിനേറ്റർ അരുൺ തന്നെയാണ്. ഞാൻ മോക്ഷയിൽ ഇതിനു മുമ്പ് 4 or 5 ട്രിപ്പ് പോയിട്ടുണ്ട്. അവരും കോർഡിനേറ്റേഴ്സ് വളരെ നല്ലത് തന്നെയായിരുന്നു. ഇവരുടെ ട്രെയിനിങ് അത്രയും നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള കോർഡിനേറ്റർ ആണ്. താങ്ക് യു അരുൺ. അതുപോലെ മോന, ഇവിടെ വന്നത് മുതൽ മോനയുടെ ശബ്ദം കേൾക്കാതെ ഉണ്ടായിട്ടില്ല. ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടേയിരിക്കും. എല്ലാരോടും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ താങ്ക് യു മോന. പിന്നെ നമ്മുടെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു പ്രശ്നമില്ലാതെ യഥാസമയം എത്തിച്ച സാരഥിയാണ്. സാരഥിക്കും താങ്ക്സ്. ഇനിയും ഇതുപോലെ യാത്ര പോകണമെന്ന് തോന്നുന്നുണ്ട്. ദർശന്റെ ആയാലും മോക്ഷയുടെ ആയാലും ആർക്കായാലും ഒരിക്കൽ പോയാൽ ഇനിയും പോകണമെന്ന് തോന്നും. അങ്ങനെയാണ് അതിന്റെ ഒരു സെറ്റപ്പ്. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാവരും പറഞ്ഞതുപോലെ നല്ലതായിരുന്നു. പിന്നെ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരോടും നേരത്തെയുള്ള അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. നല്ലതായിരുന്നു, കുഴപ്പമില്ല. വിദേശയാത്ര വളരെ സന്തോഷപ്രദമായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല ഭക്ഷണം കിട്ടി, നല്ല അക്കോമഡേഷൻ കിട്ടി. ഈ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അരുണിന്റെ പ്രത്യേക താങ്ക്സ്, മോണായിക്കും പ്രത്യേക താങ്ക്സ്. താങ്ക് യു ദർശൻ. തായ്ലൻഡ് ട്രിപ്പ് വളരെ ഭംഗിയായിട്ട് അവസാനിച്ചിരുന്നു. മോണയുടെയും അരുൺ കുമാറിന്റെയും നേതൃത്വത്തിൽ എല്ലാം തന്നെ ഭംഗിയായി നടന്നു. ഹോട്ടൽ സ്റ്റേ, ലോഡ്ജിങ്, ഫുഡ്, ബോർഡിങ് എല്ലാം തന്നെ അതുപോലെ തന്നെ നല്ല ഡിസിപ്ലിനിലെ എല്ലാ ഐറ്റിനറിയിലുള്ള സമയത്തോടെ കവർ ചെയ്യാൻ സാധിച്ചതിൽ വളരെ എനിക്കിഷ്ടപ്പെട്ടു. ഡ്രൈവറിനെ കൂടെ ഞാൻ ടൈംലി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് സ്ഥലത്തൊക്കെ കൊണ്ടെത്തിച്ചതിന് അയാളെ കൂടെ അഭിനന്ദിക്കുന്നു. വെൽ ഡൺ ദർശൻ. പക്ഷേടെ യാത്രയെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. അത് നന്നായി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വരുന്നത്. കഴിഞ്ഞ ഭൂട്ടാൻ യാത്രയ്ക്ക് അരുണായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അരുൺ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വളരെ സമാധാനമായി.
അതിനുണ്ട് നമ്മളൊന്നും അറിയണ്ട. അതാണ് എല്ലാം ഓടി നടന്ന് ചെയ്തോളൂ. പിന്നെ മോനയുടെ ഭാഷ ഫോളോ ചെയ്യാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കലമല കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരാള് നമ്മുടെ ഡ്രൈവർ ആട്ടോ. വളരെ സൈലന്റ് ആയിരുന്ന് അദ്ദേഹം കൃത്യസമയത്ത് നമുക്ക് യാതൊരു ഏനക്കേടും തട്ടാതെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ച് നമ്മളിപ്പോ തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തിക്കാൻ പോകുന്നു. എല്ലാവർക്കും പിന്നെ കൂടെ വന്നവരെല്ലാവരും നല്ല സഹകരണം ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കൂടെ വന്നവർക്ക്, അരുണ്, മോനയ്ക്ക്, ഡ്രൈവർക്ക് എല്ലാവർക്കും നന്ദി. കൂടെ ഒന്നും കൂടി 14ആയി. ഫ്യൂച്ചറിൽ ഇനി ഒന്നുകൊണ്ടേയിരിക്കും. കാലൊക്കെ ഒന്ന് ചികിത്സിച്ച് പൂർവാധിക ശക്തിയോടുകൂടി വരും. എല്ലാം വളരെ നന്നായിരുന്നു. മോണ, ലവ് യു മോണ. ദർശൻ ആൻഡ് മോക്ഷയുടെ കൂടെയുള്ള ഫസ്റ്റ് ഫോറിൻ ട്രിപ്പ് ആയിരുന്നു. എനിവേ വി റിയലി എൻജോയ്ഡ് ദി ഫുൾ ടീം മെമ്പേഴ്സിനും എന്റെ താങ്ക്സ്. ആൻഡ് ടു അരുൺ, സ്പെഷ്യൽ താങ്ക്സ് ടു അരുൺ, മോണ ആൻഡ് ദ ഡ്രൈവർ. They were very helpful. Thank you very much. Even the food, accommodation, everything was very good. Really appreciate Darshan and Moksha and all the members. Thank you very much. ആദ്യത്തെ വിദേശ യാത്രയാണ്. വളരെ കാലത്തെ ആഗ്രഹമാണ് ഒരു അബ്രോഡ് ട്രിപ്പ് പോകണം എന്നുള്ളത്. അങ്ങനെ അത് സാധിച്ചു. അത് ഇങ്ങനെ മോക്ഷയുടെ കണ്ടപ്പോ ട്രിപ്പ് നമ്മളതിന് പേര് കൊടുത്തു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ നമുക്ക് തായ്ലൻഡിൽ വരുമ്പോ ഒരു പേടി എന്തായിരുന്നു, ഞങ്ങള് വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് ഫുഡ് എങ്ങനെ വരും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ. എല്ലാവരും പറഞ്ഞു അവിടെ പാറ്റയെ പൊരിച്ചതേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോ, അപ്പൊ അത് ഞാൻ ബുക്ക് ചെയ്യുമ്പോഴേ സോണിയ മാമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു വെജ് ഫുഡ് കിട്ടില്ലേ എന്ന് ഞാൻ എടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ കിട്ടും, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. ഏതായാലും ഭക്ഷണമൊക്കെ വളരെ നല്ലതായിരുന്നു. ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടി. അതുപോലെ ഹോട്ടൽസ് ഒക്കെ വളരെ നല്ല ക്ലാസ് ആയിട്ടുള്ള ഹോട്ടൽസിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. ഇവിടുത്തെ ഹോട്ടൽസ് ഒക്കെ 5 സ്റ്റാർ ആണെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ എന്റെ മോനെ വിളിച്ചപ്പോ തന്നെ ചോദിച്ചു എന്നോട്, അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഇറങ്ങിയില്ലേ എന്നൊക്കെ എന്നോട് എടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വളരെ എല്ലാ സൗകര്യങ്ങളും വളരെ നല്ലതായിരുന്നു. പിന്നെ നമുക്ക് ട്രാഫിക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇറ്റിനറി കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചു. അപ്പൊ വളരെ നല്ല ട്രിപ്പായിരുന്നു. ഇനിയും വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അരുണ്, മോനി, ഡ്രൈവർ, ഇവരോടുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. താങ്ക് യു എവരിവൺ. വളരെ നല്ല ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, മോക്ഷ അതുപോലെ ദർശനമൊക്കെ നമുക്ക് വളരെ മറ്റുള്ളവരെക്കാളും എക്കണോമിക്കലായിട്ടുള്ള ഒരു ഇതാണ് ചെയ്തു തരാറ്. അപ്പൊ അതിൽ തന്നെ എനിക്ക് അവരോട് കൂടുതൽ സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കൂടുതൽ പങ്കെടുക്കാൻ ഞാൻ പല സ്ഥലത്തും പല ട്രാവൽ ഏജൻസികളും പോയിട്ടുണ്ട്. അവർക്കും ചാർജ് കൂടുതലാണെന്ന് വെച്ചാലും ഇതില് മാറ്റമൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും മോക്ഷയുടെ അല്ലെങ്കിൽ ദർശന്റെ ഈ പ്രോഗ്രാം വളരെ സന്തോഷത്തോടെ ഞങ്ങളൊക്കെ സ്വീകരിച്ചു. അതുപോലെ നമ്മുടെ തായ്ലാന്റ് ഗൈഡ് മോനെയും അവരുടെ ഡ്രൈവറും എല്ലാവരും വളരെ സമയത്തിന് എത്തിക്കുന്നത് വളരെ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നന്ദി. ഇനിയും നമുക്ക് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഇത്തവണ കണ്ടവരെ ആവില്ല, നമ്മുടെ ട്രിപ്പൊക്കെ അനുസരിച്ച് ഒരു തവണ കണ്ടവരെ പിന്നെ കാണാറില്ല. പക്ഷെ എന്തായാലും എല്ലാവരും ഇതില് മോക്ഷോടെ അല്ലെങ്കിൽ ദർശനോടെ താല്പര്യം ഇനിയും കാണാൻ പറ്റുമെന്ന് കരുതുന്നു. എന്തായാലും എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ അരുണ് പ്രത്യേകം സ്നേഹപൂർവ്വമുള്ള നന്ദി. ദർശൻ ഇന്ത്യയുടെ ടൂറിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഒരു വിദേശ യാത്ര, മറ്റൊരു വിദേശ യാത്ര നടത്തിയിട്ടുണ്ട് സ്വന്തം അമേരിക്കയിലേക്കെങ്കിലും. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. പിന്നെ നമ്മളെ ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ നമ്മുടെ ഡ്രൈവർ ചേട്ടനും അരുണും മോണ അവരും പ്രത്യേകം ഇൻട്രസ്റ്റ് എടുത്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളിപ്പോ ഈ കുട്ടികളോട് പറയാറുണ്ട്, കുട്ടികളുടെ രക്ഷിതാക്കളോട് പറയാറുണ്ട്, സ്കൂളില് ഒരു അധ്യാപകൻ, രക്ഷിതാവ്, കുട്ടി ഒരു ഓട്ടോറിക്ഷ പോലെയാണ്. അതിൽ ഏതെങ്കിലും ഒരു ചക്രം പണി മുടക്കിയാൽ
സാധനം അവിടെ നിൽക്കും. അപ്പൊ ഇവര് 3 പേരും വളരെ തന്മയത്വത്തോടെ പെരുമാറി പരസ്പരം. ഡ്രൈവർ ചേട്ടന്റെ ഒരു ശബ്ദം പോലും കേട്ടിട്ടില്ല. അത് വലിയൊരു കാരണം. ആള് ധൃതി പിടിക്കുക ഒക്കെ ചെയ്ത ബുദ്ധിമുട്ടാണ് യാത്ര. പിന്നെ മോണ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇംഗ്ലീഷിലും തായ് ഭാഷയിലാണ് പറയണെങ്കിലും അതിന്റെ അതേ സമയത്ത് അതിന്റെ ട്രാൻസ്ലേഷൻ അരുൺ നടത്തി തരിക കാരണം ഭയങ്കര രസമായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ പറഞ്ഞാലും നമ്മളെ മഴ വളരെ സഹായിച്ചു. കാരണം ട്രിപ്പ് പോരുന്ന സമയത്ത് ഒരു നമുക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു, മഴ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ യാത്രയെ ഒട്ടും തന്നെ ബാധിച്ചില്ല മഴ എന്നുള്ളതാണ്. 5 ദിവസം കഴിഞ്ഞത് അറിഞ്ഞില്ല. ഇപ്പൊ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം കഴിഞ്ഞൂലോ എന്നുള്ള. അപ്പൊ എന്താ വെച്ചാൽ ഇനിയും അടുത്ത ട്രിപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ഈ ദർശൻ ഞങ്ങളെ പരിചയപ്പെടുത്തിയത് എന്റെ ഒരു റിലേറ്റീവ്. അവരിങ്ങനെ സ്ഥിരം യാത്ര പോകുന്നതാണ്. അപ്പൊ അവരോട് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. കാരണം ഞങ്ങളിപ്പോ ഇങ്ങനെ ഞാൻ പെൻഷനായി, വൈഫും ജോലിക്ക് പോയിരുന്നു, അവരും നിർത്തി. അമ്മ കഴിഞ്ഞ 1 വർഷം മുമ്പ് മരിച്ചു. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കായി 2 പേര്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ദർശൻ ഇന്ത്യയുടെ ലിങ്ക് നമുക്ക് കിട്ടിയത്. അപ്പോ ഇനിയും ഇതുപോലുള്ള ട്രിപ്പുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. പാസ്പോർട്ട് എടുത്തപ്പോ മുതൽ വിചാരിക്കണം ഒരു വിദേശയാത്ര നടത്തണം. പല ട്രാവൽ ഏജൻസികളുടെയും യൂട്യൂബ് പരസ്യങ്ങളും മറ്റും കണ്ടു. പക്ഷെ അതിലൊന്നും അത്ര വിശ്വാസ്യത തോന്നിയില്ല. അപ്പോഴാണ് നമ്മുടെ നമ്മുടെ ദർശൻ ഒരു ഇഗ്നറിയൊക്കെ ഇട്ടിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. ഉടനെ വേറെ ഒന്നും ആലോചിച്ചില്ല, ചാടി വീണു. അതുപോലെ ദർശൻ വീണ്ടും വളരെ ഭംഗിയായിട്ട് യാത്ര നിർവഹിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ദർശന്റെ വിജയത്തിന് പുറകിലുള്ള പ്രധാന കാരണം അവരുടെ സ്റ്റാഫിന്റെ ആത്മാർത്ഥത തന്നെയാണ്. അരുൺകുമാറിനെ പോലുള്ള സ്റ്റാഫ് ഏതൊരു സ്ഥാപനത്തിന്റെയും ഒരു മുതൽക്കൂട്ടാണ്. ഡെഡിക്കേറ്റഡ് ആൻഡ് സർവീസ് മൈൻഡ്, സർവീസ് ഓറിയന്റഡ്. കാരണം ട്രാവൽ ബിസിനസ് മേഖലയില് ഇവരുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. ഇനിയും ഇതുപോലെ ആളുകൾ യാത്രയിൽ പങ്കെടുക്കണമെങ്കിൽ ഇതുപോലെ സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായേ പറ്റുള്ളൂ. എന്തായാലും ആദ്യത്തെ ഇന്റർനാഷണൽ ട്രാവല് വളരെ നന്നായി ഉള്ള ഒരു അനുഭവമായിരുന്നു. ഇതിന് ഞങ്ങളെ സഹായിച്ച ദർശൻ ഇന്ത്യ, അതുപോലെ തന്നെ ദർശൻ ഇന്ത്യയുടെ സ്റ്റാഫ് അരുൺകുമാർ, പിന്നെ നമ്മുടെ ഗൈഡായിട്ട് വന്ന മോന, കലവില ഒരാണെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ മോനായി താങ്ക് യു. യാത്ര അടിപൊളിയായിരുന്നു. താങ്ക് യു ഡ്രൈവർ മിസ്റ്റർ പിറ്റ്, അദ്ദേഹത്തിനും താങ്ക്സ്. അതുപോലെ ഇതിലെല്ലാം ഉപരിയായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ സഹയാത്രികരോട് തന്നെയാണ്. കാരണം ഈ യാത്ര പുറപ്പെടുമ്പോ അതിനു മുമ്പ് തന്നെ നമ്മൾ പലരോടും അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു, അതെ സമയത്തിനൊന്നും ഒരു കാര്യം നടക്കില്ല, ഓരോരുത്തരെ ഓരോ വഴിക്ക് പോകും. ഒരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോ വേറൊരാള് വേറെ വഴിക്ക് പോകും. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച സമയത്തൊന്നും കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും, പക്ഷെ ഇവിടെ അരുണിന്റെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ മോനയുടെ ആ കാര്യപ്രാപ്തി, മോന ഇത്തിരി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമെങ്കിലും നമുക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എല്ലാം ഉദ്ദേശിച്ച സമയത്ത് തന്നെ വളരെ ഭംഗിയായിട്ട് എല്ലാ ഇറ്റിനറി അനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ സാധിച്ചു, കാണാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഈ പറഞ്ഞ പോലെ അക്കോമഡേഷൻ 5 സ്റ്റാർ ലെവലിലുള്ള അക്കോമഡേഷൻ ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. അതിനനുസരിച്ചുള്ള റേറ്റും ഇവര് ചാർജ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മള് നല്ല രീതിയിൽ തന്നെ ഒരു അക്കോമഡേഷൻ നമുക്ക് കിട്ടി. ഫുഡ് അതുപോലെ തന്നെ, അല്ലാതെ വെറുതെ ചീപ്പ് റേറ്റിലല്ല നമ്മൾ പോകുന്നത്, വളരെ നല്ലൊരു റേറ്റ്, അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളെല്ലാം ഇവര് നമുക്ക് ഒരുക്കി തന്നു. അതിന് ഒരിക്കൽ കൂടി ദർശനോടും ദർശന്റെ സ്റ്റാഫ് അരുൺകുമാർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. ഇനിയിപ്പോ കാശ്മീർ സ്ത്രീകൾക്ക് വേണ്ടി ഗോവ ഇവര് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. അതിന് വൈഫിനെ വിടണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതായത് സ്ത്രീകൾക്ക് പോലും തനിയെ പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് മോശയുടെ കൂടെ അല്ലെങ്കിൽ ദർശന്റെ കൂടെ. അപ്പൊ ഇനി അതുപോലെ തന്നെ കാശ്മീർ ട്രിപ്പ് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അടുത്ത ട്രിപ്പില്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെ ഉഷേജ് പറഞ്ഞ പോലെ തന്നെ വീണ്ടും അങ്ങനെയൊക്കെ വിചാരിക്കുന്നു, വീണ്ടും ഇവരുടെ കൂടെ പോകണമെന്നുള്ളൊരു ആഗ്രഹം. ഓരോ യാത്ര കഴിയുമ്പോഴും വീണ്ടും ദർശൻ ഇന്ത്യയുടെ കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും നന്ദി. താങ്ക് യു. മോക്ഷയുടെയും ദർശന്റെയും കൂടെ പല യാത്രകളും നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ വിദേശയാത്രയായിരുന്നത്.
ഇത് നല്ലൊരു അനുഭവമായിരുന്നു. സ്ഥലങ്ങളൊക്കെ നന്നായി കാണാനും എല്ലാം സാധിച്ചു. പറഞ്ഞ പോലെ അരുണിന്റെ സേവനം വളരെ വളരെ ഇഷ്ടമായി. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഫുഡും അക്കോമഡേഷനും ഒക്കെ വളരെ നന്നായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു. കൂടെയുള്ള പല സ്ഥലത്ത് നിന്ന് വന്നവരെ ആയിരുന്നെങ്കിലും എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ നിന്നു. എല്ലാവരോടും ഇനിയും ഏതെങ്കിലും യാത്രയെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ദർശന്റെ കൂടെ യാത്രകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ മോന, ഡ്രൈവർ, പിന്നെ പ്രത്യേകിച്ച് അരുൺ, എല്ലാവർക്കും താങ്ക്സ്.